കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി നാളെ പമ്പയാറ്റിൽ നടക്കും. ആചാരാനുഷ്ഠാനങ്ങളാൽ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ളതും മതസൌഹാർദ്ദത്തിന്റെ പ്രതീകവുമായി അരങ്ങേറുന്ന ചമ്പക്കുളം ജലമേളയിൽ 6 ചുണ്ടൻ വള്ളങ്ങൾ രാജപ്രമുഖൻ ട്രോഫിക്കായി മാറ്റുരയ്ക്കും. മിഥുനമാസത്തിലെ മൂലം നാളിൽ പമ്പയാറ്റിൽ നടക്കുന്ന ചമ്പക്കുളം വള്ളംകളിക്ക് 4 നൂറ്റാണ്ടിന്റെ ചരിത്ര പാരമ്പര്യമുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കായി എത്തിച്ച വിഗ്രഹം ചമ്പക്കുളത്തെ ക്രിസ്ത്യൻ തറവാട്ടിൽ നിന്ന് ആഘോഷപൂർവ്വം കൊണ്ടുപോയതിന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന ആചാരങ്ങളാണ് പിന്നീട് ആവേശകരമായ ചമ്പക്കുളം മൂലം വള്ളംകളിയായി മാറിയത്. പമ്പയാറ്റിൽ ചമ്പക്കുളം കല്ലൂർക്കാട് ഫൊറോന ദേവാലയത്തിന് മുമ്പിൽ കൊച്ചുപള്ളിക്കടവ് മുതൽ പടിപ്പുരക്കൽ ദേവീക്ഷേത്ര കടവ് വരെയുള്ള 1300 മീറ്റർ ട്രാക്കിലാണ് മത്സരവള്ളംകളി നടക്കുന്നത്. നെഹ്റു ട്രോഫി ജലമേളയിലും ചാമ്പ്യൻസ് ബോട്ട് ലീഗിലും പങ്കെടുക്കുന്ന 6 ചുണ്ടൻ വള്ളങ്ങളും 2 വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളും മത്സരവള്ളംകളിയിൽ മാറ്റുരയ്ക്കും. കുട്ടനാട്ടിലെ CBLിലൊക്കെ ഉൾപ്പെട്ടു വരുന്ന 6 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. CBLനും നെഹ്റു ട്രോഫിക്കും മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു മത്സരം എന്ന നിലയിൽ വലിയ ഒരു മത്സരം തന്നെയായിരിക്കും ചമ്പക്കുളത്താറ്റിൽ നടക്കാൻ പോകുന്നത്. കേരളത്തിലെ വള്ളംകളികളുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു വള്ളംകളിയാണ് ഈ ചമ്പക്കുളത്താറ്റിൽ നടക്കുന്ന രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ഈ മത്സര പോരാട്ടം എന്ന് പറയുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, മടത്തിൽ ക്ഷേത്രം, മാപ്പിളശ്ശേരി തറവാട് എന്നിവിടങ്ങളിൽ ദേവസ്വം അധികാരികൾ നടത്തുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് മത്സര വള്ളംകളി ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പതാക ഉയർത്തും. കൃഷിമന്ത്രി P. പ്രസാദ് ജലമേള ഉദ്ഘാടനം ചെയ്യും. 2:30 മാസ്റ്ററിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS. പ്രശാന്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. സമാപന സമ്മേളനത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് MP വിജയികൾക്ക് ട്രോഫി സമ്മാനിക്കും. വിജീഷ് കുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.